നമസ്കാരം, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പെട്ടെന്നുണ്ടാകുന്ന അബോധാവസ്ഥ, ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ അബോധാവസ്ഥ എന്താണ്? ഇത് എത്രത്തോളം അപകടകാരിയായ ഒരു അവസ്ഥയാണ്? അബോധാവസ്ഥ എന്ന് പറയുമ്പോൾ ശരീരത്തിനും മനസ്സിനും നിശ്ചലം ആയ എന്തെങ്കിലും അവസ്ഥ വരികയാണെങ്കിലാണ് അബോധാവസ്ഥ എന്ന് പറയുന്നത്. അബോധാവസ്ഥ നമ്മുടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു 30 കേസ് വരുന്നതിൽ ഒരു കേസ് അബോധാവസ്ഥയായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ 10 കേസുകൾ അബോധാവസ്ഥയായിട്ട് വന്നു കഴിഞ്ഞാൽ 2 എണ്ണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ഈ അബോധാവസ്ഥയുടെ വളരെയധികം ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബോധാവസ്ഥയുടെ കോസസ് വളരെയധികം 50-ഓ 100-ഓ അധികം കോസസിലാണ് അബോധാവസ്ഥയ്ക്കുള്ളത്. ഇത് 2 തരത്തിലാണ് അബോധാവസ്ഥ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരം നിൽക്കുന്ന അബോധാവസ്ഥയെ നമ്മൾ ട്രാൻസിയൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നും, കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ അതിനെ പ്രൊലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നും പറയും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഈ ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്? കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 മുതൽ 100 കാരണങ്ങളുണ്ട്. അപ്പം അതിനെ നമ്മൾ തരംതിരിക്കുന്നത് ഹാർട്ട് ഡിസീസായിട്ട് തരംതിരിക്കും. ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ അയോട്ടിക് സ്റ്റിനോസിസ്, അതായത് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന വാൾവിനുള്ള പ്രോബ്ലം, ഹാർട്ടിനുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ചിലപ്പം ഹൃദയം വളരെയധികം ക്രമാതീതമായി വലുതായിരിക്കുന്ന അവസ്ഥ, കാർഡിയോമയോപ്പതി, അങ്ങനെയുള്ള അവസ്ഥയിൽ ഹാർട്ട് ഡിസീസ് കാരണം ഉണ്ടാവാം. അത് കൂടാതെ ചിലപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം. ബ്രെയിനിൻ്റെ അസുഖങ്ങളിലേക്ക് സ്ട്രോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും തലയ്ക്കകത്തുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കാരണം ഉണ്ടാകുന്ന ബ്ലീഡ് കാരണം വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും കഴുത്തിലോട്ട് പോകുന്ന രക്തയോട്ടത്തിൻ്റെ കരോട്ടിഡ് ആർട്ടറിക്ക് എന്തെങ്കിലും ബ്ലോക്ക് വരുന്നത് കാരണമോ, അല്ലെങ്കിൽ അതിന് പൊട്ടുന്നത് കാരണം വരാം. പിന്നെ മൂന്നാമത്തേതാണ് വെസൽസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബ്ലഡ് കണ്ട് തലറങ്ങി വീഴുമെന്നൊക്കെ കേൾക്കും. അവിടെ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ വാസോവാഗൽ സിങ്കോപ്പ് എന്നാണ് പറയുന്നത്. വെസൽസിൻ്റെ വാസോ ഡയലറ്റേഷൻ സംഭവിച്ചിട്ട് എല്ലാ ബ്ലഡ് വെസൽസും ഹൃദയത്തിലോട്ട് പോകാതെ നമ്മുടെ കയ്യിലോട്ടും കാലിലോട്ടുള്ള വെസൽസ് കൂടുതൽ ഡയലറ്റ് ആവുന്നത് കാരണം കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുന്ന വാസോവാഗൽ സിങ്കോപ്പ്. അതുകൂടാതെ അയോട്ടിക് ഡിസെക്ഷൻ എന്നുള്ള കാരണങ്ങളുണ്ടാകും. അതായത് ഹൃദയത്തിലോട്ടുള്ള വലിയ ധമനി പൊട്ടുന്നത് കാരണമോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ചെറിയ പാകപ്പഴ വരുന്നത് കാരണമോ അങ്ങനെ വരാം. ഇനി 4ാമത്തെ കോസാണ് മെറ്റബോളിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പേഷ്യൻറ്റ്, ഷുഗറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അതായത് ഷുഗർ കുറയുക. പിന്നെ സോഡിയം ഹൈപ്പോനെട്രീമിയ, അതായത് സോഡിയം കുറഞ്ഞുള്ള അവസ്ഥകൾ വരാനുള്ള ചാൻസുകളെല്ലാം ഈ മെറ്റബോളിക്കിൽ വരും. ഈ അബോധാവസ്ഥയെ ഒരു വ്യക്തി ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് അസുഖമാണെങ്കിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്നൊരു അബോധാവസ്ഥ ഒരു പേഷ്യൻറ്റ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാൽ ഉയർത്തി വെക്കാം. കുറച്ച് നേരത്തേക്ക് 1-2 മിനിറ്റുകൾ കാൽ ഉയർത്തി വെക്കുന്നത് കാരണം ഇപ്പോൾ തലയിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കാരണമായിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് അബോധാവസ്ഥ വന്നത്. അപ്പോൾ കാൽ ഉയർത്തി വെക്കുന്നത് മൂലം കൂടുതൽ ബ്ലഡ് ബ്രെയിനിലോട്ട് എത്തുകയും അത് കാരണം നമുക്ക് അബോധാവസ്ഥ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഷുഗർ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര നാക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അത് നാക്കിൻ്റെ അടിയിൽ തന്നെ വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ പഞ്ചസാര ലായനി കൊടുക്കുകയോ ജ്യൂസ് കൊടുക്കുകയോ ഒരിക്കലും ചെയ്യരുത്. എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ഒരു കിടക്കുന്ന വ്യക്തി, അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികൾക്കൊന്നും വെള്ളമായിട്ടൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ എത്രയും പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ അഥവാ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിട്ടാണ് പേഷ്യൻ്റ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ കഴുത്തും അതുപോലെ തന്നെ സ്പൈൻ, നമ്മുടെ നട്ടെല്ലും വളയാത്ത രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ ഈ ബോധം കെട്ട് കിടക്കുന്നവരുടെ കൈകാൽ വെള്ളയൊക്കെ തിരുമ്മി കൊടുക്കുന്നത് കാണാറുണ്ട്. ഇത് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്തെങ്കിലും പ്രത്യേകം പ്രയോജനമുണ്ടോ? ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. കൈകാൽ തിരുമ്മി കൊടുക്കുക, അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം തെളിക്കുക. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് മാത്രമേ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിലാണ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇത്രയും 50 കാരണങ്ങളിൽ വാസോവാഗൽ അറ്റാക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ ഇപ്പം വാസോവാഗൽ അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് മുഖത്ത് വെള്ളം തെളിക്കുകയോ അല്ലെങ്കിൽ കൈകാല് തിരുമ്മി കൊടുക്കുകയോ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗി പഴയതുപോലെ സിമ്പതറ്റിക് സിസ്റ്റം, അതായത് ബോഡിയിലെ പാരാസിമ്പറ്റിക് സിസ്റ്റം കാരണമായിരുന്നു നേരത്തെ ബോഡിയിലെ എല്ലാ വെസൽസും വലുതായത് കാരണമായിരുന്നു കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള നല്ല വേദന അല്ലെങ്കിൽ ഷോക്ക് കാരണം ഉള്ള തലകറക്കമെല്ലാം ഇങ്ങനെ കണ്ണിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മാറും. അല്ലാത്ത ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി എത്രയോ കാരണങ്ങൾ, അതൊന്നും നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം കൂടുതൽ നേരം പേഷ്യൻ്റ് കിടക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്. ഡോക്ടർ, ഈ അപസ്മാരവും അബോധാവസ്ഥയും
എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇത് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാരണമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ അബോധാവസ്ഥ അപസ്മാരം കാരണം ഉണ്ടാവാം. അപ്പോൾ അപസ്മാരം നമ്മൾ ഹിസ്റ്ററി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന ഉടനെ ഞങ്ങൾ കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഒരു 6 സിഗ്നലുണ്ട്, 6 സിംറ്റംസ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറിനോട് പറയുക. അതൊന്ന് പറയുകയാണെങ്കിൽ വായിൽ നിന്ന് എന്തെങ്കിലും സ്രാവങ്ങളോ സെക്രീഷൻസോ എന്തെങ്കിലും വായിൽ നിന്ന് ഒഴുകുകയാണെങ്കിൽ അതൊരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ ലിംബിൽ ജെർക്കി മൂവ്മെൻറ്റ്സ്, അതായത് നമ്മൾ കൈകാലും ഇട്ട് കുടയുകയാണെങ്കിൽ അതൊരു പോയിൻ്റാണ്. പിന്നെ നാക്ക് കടിക്കുക 3. 4 എന്ന് പറയുമ്പോഴത്തേക്ക് മൂത്രമോ മലമോ അറിയാതെ പോവുക. പിന്നെ ഫിറ്റ്സ് വന്നതിന് ശേഷം, അതായത് സീഷർ വന്നതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങിക്കിടക്കുക. ഈ 6 ലക്ഷണങ്ങൾ, ഏതെങ്കിലും 6 ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ സീഷറിൻ്റെ, അതായത് ഫിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സിങ്കോപ്പ് അല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം ഹിസ്റ്ററി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടു നിൽക്കുന്ന വ്യക്തി ഇത്രയും 6 സിഗ്നൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിയുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ബോധം വീണ്ടെടുക്കാൻ എന്തൊക്കെ നടപടികൾ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു 50 മുതൽ 100 തരത്തിലുള്ള കോസസ് കാരണം ഇതുണ്ടാവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ പേഷ്യൻറ്റിനെയും ചികിത്സിക്കുന്ന ഒരേ രീതിയിലാണ്. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ, ABCD എന്ന ഓർഡറിലാണ് എല്ലാ പേഷ്യൻറ്റിനെയും ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇപ്പം അബോധാവസ്ഥ വന്നിരിക്കുന്ന പേഷ്യൻറ്റിനെ നമ്മൾ എയർവേ നോക്കും. എയർവേ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ. ചില പേഷ്യൻറ്റിന് ശ്വാസം, ഇപ്പം റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ എടുത്ത് വരുന്ന കഴിഞ്ഞ വ്യക്തികൾക്ക് ചിലപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ്, അതായത് ട്യൂബ് നമ്മൾ ശ്വാസകോശത്തിലിട്ട് ചിലപ്പോൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ മാത്രമേ നമുക്ക് ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഒരു പേഷ്യൻ്റ് ചിലപ്പം ഓക്സിജൻ കിട്ടാതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തീ പിടിച്ചൊരു സ്ഥലത്ത് കുറച്ച് നേരം ഓക്സിജൻ കിട്ടാതെ കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഓക്സിജൻ മാത്രം മതിയായിരിക്കും. അതാണ് എയർവേ. പിന്നെ അത് ഈ ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും ശ്വാസം എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ BP പൾസ്, അതായത് നിർത്തിയുള്ള BP നോക്കും. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ പോസ്റ്ററൽ BP നോക്കും. ചിലവർക്ക് നിൽക്കുമ്പോൾ തലകറക്കവും വീഴുകയും ഇരിക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും. പോസ്റ്ററൽ BP നോക്കും. ECG എടുത്ത് നോക്കും, കാരണം ഹാർട്ടിൻ്റെ താളം തെറ്റുന്നത് കാരണം ഇതുപോലെ ഉണ്ടായിരിക്കാം. പിന്നെ അതുകൂടാതെ നമ്മൾ രണ്ടാമത്